ആക്ഷൻ. എല്ലാവർക്കും സപ്ന സ്പൈസി വേൾഡിലോട്ട് സ്വാഗതം. വേനൽക്കാലം കടുത്ത് നിൽക്കുകയാണ്. എല്ലാ ദിവസവും ചൂട് കൂടി വരാണ്, ചൂട് വർദ്ധിച്ചു വരാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്, ഒരു ഹെൽത്തി ഡ്രിങ്ക്. ഇന്ന് എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് വരുന്നുണ്ട്, തസ്നി. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. പനന്നുങ്ക് ജ്യൂസ്. അപ്പോൾ ഈ പനന്നുങ്ക് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇവിടെ കരിമ്പുള്ളത് കൊണ്ട് ഞാൻ ആ കരിമ്പ് ജ്യൂസാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്കിതിൽ മധുരത്തിന് വേണ്ടി കരിമ്പിൻ്റെ ജ്യൂസ് ഓൾറെഡി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കരിമ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പനം കൽക്കണ്ടം തന്നെ നമുക്ക് അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പനന്നുങ്കും കരിമ്പും കൂടെയുള്ള ജ്യൂസ് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് വരാം. ഇതാ പനന്നുങ്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കസ് ഗാർണിഷിങ്ങിന് ഇടാം. വെള്ളത്തിൽ നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചതായിരുന്നു, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയും കൊടുക്കാം. കസേസ് ഞാൻ നേരത്തെ വെള്ളത്തിൽ, പിന്നെ ടേസ്റ്റുമാണ്, തണുപ്പാണ് ഈ കസേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പച്ചമുന്തിരി ഇട്ട് കൊടുക്കാം, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പച്ചമുന്തിരിയും കാണാൻ നല്ല ലുക്കായിരിക്കും. നമുക്കതൊന്ന് ജസ്റ്റ് മുകളിലിട്ട് കൊടുക്കാം. പച്ചമുന്തിരി കൂടി ഇടുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഈ ജ്യൂസ്. പനന്നുങ്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഇതാ ഗസ്റ്റും എത്തിയിട്ടുണ്ട്. ഹായ്.